ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ്. ബിഗ് ബോസ് മലയാളം സീസൺ 4 ഏറ്റവും മോസ്റ്റ് പോപ്പുലറായിട്ടുള്ള ഒത്തിരി ഫാൻ ബേസ് സൃഷ്ടിച്ച ഒരാളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അല്ലേ. നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. ഒരു ഹേറ്റേഴ്സും ഒന്നും ഇല്ലാത്ത, ഒരു PR പോലും കൊടുക്കാതെ പോയ ഒരു മനുഷ്യനാണ്. അതിലൊരുപാട് ഫാമിലിയുടെ സ്നേഹങ്ങൾ, അതായത് കുറേ അമ്മമാരുടെ സ്നേഹം, അങ്ങനെ സ്നേഹം കിട്ടി വന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഓക്കെ, ഇങ്ങനെ ഒരു ക്യാപ്ഷൻ ഇട്ടത്, അതായത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വേഴ്സസ് ഷാനവാസ് എന്നാണ് ക്യാപ്ഷൻ ഇട്ടത്. അവർ തമ്മിലുള്ള കമ്പാരിസൺ നടത്താൻ വേണ്ടിയല്ല. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇഫ് ദർ ഈസ് ബിഗ് ബോസ് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ, ഇവരൊക്കെ ഉണ്ട് എങ്കിൽ ആരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. അതായത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ സപ്പോർട്ട് ചെയ്യുമോ അതോ നമ്മുടെ ഷാനുഖ് ഖാനെ സപ്പോർട്ട് ചെയ്യുമോ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഐ ആം ആസ്കിങ് യു അബൌട്ട് ദാറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളൊന്ന് പറയുക ആരെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത്. അതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നമ്മൾ സീസൺ 4 വന്നപ്പോൾ ഒരു കോമണർ പോലെ വന്നു. അതായത് അനീഷേട്ടനെയൊക്കെ പോലെ കോമണർ പോലെ വന്ന രീതിയിലാണ് വന്നത്. ആസ് ഇഫ് ഹീസ് എ ഡോക്ടർ. അതുകൊണ്ട് ഡോക്ടർ റോബിൻ എന്ന് വിളിച്ച് എപ്പോഴും നമ്മൾ റോബിൻ നേരം വിളിക്കാറില്ല, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ വിളിക്കാറുള്ളൂ. സോ അയാൾ അതിൽ വന്നപ്പോൾ ഒന്നും നമുക്കൊട്ടും അത്ര ഇഷ്ടപ്പെടുന്നുള്ള സ്ട്രാറ്റജിയോ ഫോളോ ചെയ്യുന്നോ അല്ലെങ്കിൽ ഒരു ഗെയിം ഫോളോ ചെയ്തോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ആളെ കൂട്ടമായിട്ടിട്ട് ആക്രമിച്ച് അങ്ങ് ഒരു സിമ്പതി കിട്ടിയാണ് പ്രേക്ഷകർ ഒരുപാട് ആളിനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. നിങ്ങൾ സീസൺ 4 കണ്ടിട്ടുണ്ടാവും. ഏറ്റവും നല്ല സീസണായിരുന്നു. ഒരുപാട് നല്ല ആൾക്കാരുള്ള സീസൺസ് ആയിരുന്നു. നല്ല ആൾക്കാർ ഇൻ ദ സെൻസ് ഗെയിം സ്പിരിറ്റ് ഉള്ള, അതായത് ഫോർ എക്സാമ്പിൾ ജാസ്മിൻ, അതുപോലെ തന്നെ റിയാസ്, ഇങ്ങനെയൊക്കെ എന്താ പറയുക, ഒരു ട്രിഗർ ചെയ്യാനായിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉള്ള സീസൺസ് ആയിരുന്നു സീസൺ 4 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സീസണിൽ സർവൈവ് ചെയ്ത്, അതായത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ വോക്കൗട്ട് ചെയ്തോ എവിക്റ്റ് ചെയ്തോ, ഇതൊരു ഫിസിക്കൽ അസോൾട്ട് കാരണം പോയ ഒരു വ്യക്തിയാണ്. അല്ലായിരുന്നുവെങ്കിൽ ആൾക്ക് എന്തായാലും കപ്പ് കിട്ടണേ. ബിക്കോസ് അയാളുടെ 7 അയലത്ത് വരാൻ വേറൊരു കണ്ടസ്റ്റൻസിനും വോട്ട് ഉണ്ടായിരുന്നില്ല. ബിക്കോസ് അത് അയാൾ നേടിയെടുത്താണ്, അല്ലാതൊരു പുറത്തൊരു PR കൊടുത്തോ ലക്ഷ്യങ്ങൾ കൊടുത്തോ ഒന്നും നേടിയെടുത്തതല്ല. അതായത് അയാളുടെ നേടിയെടുത്ത ഒരു സംഭവമാണ്. അതേപോലെ തന്നെ എന്ത് കാര്യങ്ങൾ വന്നാലും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ നിലപാട് ഭയങ്കരമായിട്ടും ഫേമസ് ആവാറുണ്ട്, വൈറലാവാറുണ്ട്. ഇൻ ദ കേസ് ഓഫ് നൂറ ആൻഡ് ആദില 2, അയാൾ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ ലാലേട്ടൻ്റെ കൂടെ നിൽക്കുകയും ഇതാണ് മനുഷ്യത്വം എന്ന് പറഞ്ഞ ആ ഒരു പോസ്റ്റ് ഭയങ്കര വൈറലായിരുന്നു. അതേപോലെ തന്നെ ആരതിപ്പൊടിനെ ആയിട്ടുള്ള മാരേജ്, അവരുടെ ഇൻ്റർവ്യൂസൊക്കെ, കാരണം ദിൽഷയായിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ആ ഒരു സീസൺ 4 കണ്ടതാണ്. അപ്പം ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയോ അതല്ലാതെ എന്താ പറയുക, ഒരു ഗെയിം കളിക്കുകയോ ഒന്നും അവിടെ ആൾ ചെയ്തിട്ടില്ല. ഒരു ടാസ്ക് പോലും നല്ല നേരെ ചൊവ്വേ ആൾ ചെയ്തിട്ടില്ല. ആളുടെ ഒരു സംഭവം എന്ന് വെച്ചാൽ, ആൾ ഇത്രയും പോപ്പുലർ ആവാൻ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ്, അവിടെ ഒരു 20 കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിൽ 19 കണ്ടസ്റ്റൻസും അയാളെ കൂട്ടമായിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത്. എക്സെപ്റ്റ് ദിസ് ബ്ലെസ്ലി ആൻഡ് ദിൽഷ കേട്ടോ. അവരൊഴിച്ച് ബാക്കി എല്ലാവരും എന്താ പറയുക, ഭയങ്കരമായിട്ടും ആക്രമിക്കുമായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ. എസ്പെഷ്യലി ആസ് എ വൈൽഡ് കാർഡായിട്ട് റിയാസ് വന്നപ്പോഴും ആണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇത്രയും ഹൈപ്പായി വന്നതും. ഫിസിക്കൽ അസോൾട്ടിന് ശേഷം ആളെ ഒരു റൂമിൽ അടച്ചിട്ടത്, അതൊന്നും ആൾക്കാർക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അന്ന് ഒരുപാട് തെറിവിളികൾ ലാലേട്ടന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് ലാലേട്ടൻ ഓപ്പണായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതെൻ്റെ മാത്രം ഡിസിഷൻ അല്ല, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അത് ഹോസ്റ്റ് ചെയ്യുന്നവരുടെയും ഡയറക്ടറിൻ്റെയും ഡിസിഷനാണ്. അപ്പം ഒരുപാട് പേര് ചോദിച്ചു, ഒരുപാട് പേര് അമ്മമാർ പറഞ്ഞിട്ട്, എന്തിനാണ് ഇറക്കി വിടണമെങ്കിൽ അപ്പം തന്നെ ഇറക്കി വിടണമായിരുന്നു, എന്തുകൊണ്ട് അവിടെ ഇരുട്ട് റൂമിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. കാരണം ഒത്തിരി മനസ്സിലേക്ക് ഒള്ളിച്ച ഒരു മനുഷ്യനാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അല്ലാതെ എന്താ പറയുക, ഒരു PRൻ്റെ പിൻബലം കൊണ്ടോ ഒന്നും ആൾ നേടിയെടുത്തൊരു ഫെയിമല്ല. അതിനുശേഷം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു ബിഗ് ബോസ് വിന്നർക്ക് ഒരു 50 ലക്ഷം രൂപ കിട്ടുന്നതിനേക്കാട്ടിലും കൂടുതൽ ഫെയിമും കൂടുതൽ പൈസയും കൂടുതൽ ഇൻകവുമാണ് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കിട്ടിയത്. ഇപ്പോൾ ആൾ എന്താണ്, ബ്രാൻഡ് അംബാസിഡറാണ് വെൽമോണ്ട് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ, പിന്നെ ഹ്യൂമാനിറ്റബിൾ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ്. പിന്നെ ഹ്യൂമാനിറ്റി ഞാൻ പറഞ്ഞല്ലോ, പിന്നെ പ്രോമിൻ ബിൽഡേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ്. അതുപോലെ തന്നെ ബ്രാൻഡ് പാർട്ട്നേഴ്സ്, ട്രാൻസോറിൻ്റെയും ട്രേഡ് മാക്സിൻ്റെയൊക്കെ ഒരു ബ്രാൻഡ് പാർട്ട്ണറാണ്. അപ്പം ഒരു ഓർബിറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു അംബാസിഡറാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കൈവന്ന, അതായത് സാധാരണക്കാരൻ എന്നൊരു സംഭവം ഉണ്ടല്ലോ, അതായത് ഒരു കോമണറായിട്ട് വരിക, ഒട്ടും സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ കൂടിയും ഒത്തിരി ഫോളോവേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് എന്തൊക്കെയോ ഇങ്ങനെ അഭിനയിക്കുമായിരുന്നു. പിന്നെ ആളുടെ ഡയലോഗുകൾ അത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ആളുടെ ഡയലോഗുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആൾക്കാർക്ക്. ദിസ് ഈസ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, ദിസ് ഈസ് മീ ആൻഡ് ദിസ് ഈസ് വാട്ട് വി ഡു, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ഡയലോഗുണ്ട്. മലയാളത്തിൽ പറയടാ മലയാളി, അങ്ങനത്തെ ഒരുപാട് വൈറലായിട്ട് കൊച്ചു കുട്ടികൾ പോലും അനുകരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. ആൻഡ് ദിസ് ഈസ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ.
രാധാകൃഷ്ണൻ. ഇനി നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ഷാനുക്കയുടെ കാര്യമാണ്. ഷാനുക്ക ഓൾറെഡി നമ്മുടെ കുങ്കുമപ്പൂ എന്ന സീരിയലിൽ ഓൾറെഡി ഫെയിം എടുത്ത ഒരാളാണ്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം പിന്നെ കുറേ നാളുകൾക്ക് ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്, ആളുടെ ബിഗ് ബോസിലോട്ടുള്ള വരവാണ്. അപ്പം ആളെന്ന് പറയുന്നത് വെച്ചാൽ ആളും ഒന്നും ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടിട്ടിറങ്ങിയ ഒരാളല്ല ഷാനുക്ക എന്ന് പറയുന്ന ഒരാൾ. അതിൽ എന്താണ് സ്ട്രാറ്റജീസും ഗെയിമും ഈവൻ നമുക്കറിയാം. ഇപ്പോഴും ആൾക്കാർ ഷാനുക്കാനെ പറയുന്നൊരു കാര്യമുണ്ട്, സീക്രട്ട് ടാസ്ക് കുളവാക്കിയെന്ന് ഇപ്പോഴും ബിഗ് ബോസ് കഴിഞ്ഞിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ആൾ കണ്ടിട്ടില്ല, ആളൊരു എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ സ്ക്രൗൾ ചെയ്ത് എന്തെങ്കിലും റീൽസും കാര്യങ്ങളും കാണുന്നതല്ലാതെ ആൾ കണ്ടിട്ടില്ല. ആൾക്ക് PR കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു. ഈവൻ PR ഉണ്ടെങ്കിൽ ഷാനവാസിക്കയ്ക്ക് PR ഉണ്ടായിരുന്നെങ്കിൽ 100% ഷാനവാസിക്ക ഓൾറെഡി വിന്നറായേനെ. ഇപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഷാനവാസിക്ക വിന്നറാണ്. പക്ഷേ ഇവർ തമ്മിലൊരു കമ്പാരിസൺ നടത്തുവാണെങ്കിൽ എനിക്ക് ആക്ച്വലി കമ്പാരിസൺ നടത്താൻ താല്പര്യമില്ല. ബിക്കോസ് ഓരോരുത്തർക്കും ഓരോരോ ഇതാണുള്ളത്. അപ്പം ഒരു ബിഗ് ബോസ് അൾട്ടിമേറ്റിൽ വന്നാൽ ഷാനവാസിക്കനെ സപ്പോർട്ട് ചെയ്യുമോ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഷാനവാസിക്കയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ആൾ ജെനുവിനായിട്ടാണ് നിൽക്കുന്നത്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ജെനുവിനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വ്യക്തികളാണ് കേട്ടോ. അങ്ങനെ മാറ്റി നിർത്തലൊന്നുമില്ല. ആ ടൈമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആൻഡ് ഷാനവാസിക്കയെ പറ്റി പറയുകയാണെങ്കിൽ ഷാനവാസിക്കയുടെ കാര്യങ്ങളിൽ എന്ന് വെച്ചാൽ ആളൊരുപാട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയി പോയിട്ടുണ്ട് കുറച്ച് ആൾക്കാരുമായിട്ട്. ആ ആൾക്കാർ പുറകിൽ നിന്ന് കുത്തിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സീസണിൽ നമുക്ക് പറയാനുണ്ട്. ആകപ്പാടെ അത് മാത്രമാണ് നെഗറ്റീവ് പൊക്കിപ്പിടിച്ച് നടക്കുന്ന കുറേ ആർമികൾ, ഷാനവാസിക്കെതിരെ പറയുന്ന കുറേ ആർമികൾ അതാണ് പൊക്കിപ്പിടിച്ച് നടക്കുന്നത്. ആൾ അമ്മാവനാണ് അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡീഗ്രേഡ് ചെയ്യാൻ ഒരുപാട് വ്യക്തികൾ ഷാനവാസിക്ക് ഉണ്ടായിരുന്നു. അതൊന്നും മറികടന്നിട്ട് ഒരു PR പോലും ഇല്ലാതെ ആണ് ഷാനവാസിക്ക ടോപ്പ് 3 എത്തിയത്. അപ്പം അത്രത്തോളം സ്നേഹവും ആൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആളുടെ ഇപ്പം ഞാനിപ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇത്രയും, അതായത് സീസൺ 4 നിന്നും ഇപ്പോൾ സീസൺ 7 ആയപ്പം ഇത്രയും വർഷങ്ങൾ കൊണ്ടാണ് ആൾക്ക് ഇത്രയും പുരോഗതികൾ വന്നത്, ബ്രാൻഡ് അംബാസിഡർ ആവുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഷാനവാസിക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതായത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഷാനവാസിക്ക് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ഷാനവാസിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു സിനിമ എന്ന് പറയുന്നത്. ചിലപ്പോൾ സിനിമയിലേക്ക് കയറും. അപ്പം ബോത്ത് ഓഫ് ദം ആർ ഗുഡ് ഹ്യൂമൻ ബീങ്സ്, അല്ലെ, പ്യുവർ സോൾസ് ആണ് 2 പേരും. ആരെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് മനസ്സിലാവുന്നിടത്തോളം 2 പേരെയും കാണാൻ തന്നെ, സ്ക്രീനിൽ തന്നെ കാണാൻ ഭയങ്കര രസമാണ്. അതായത് ഷാനവാസിക്ക നിറഞ്ഞു നിന്ന ആ സ്ക്രീൻ സ്പേസ് ഭയങ്കരമായിരിക്കും. ആ ഒരു എന്താ പറയുക, പുരുഷത്വം എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതേപോലെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ സെയിം തന്നെയാണ്. ആ 2 പേരെയും ഒന്നിച്ച് സ്ക്രീനിൽ കണ്ടാൽ ഒരു പക്ഷേ നമുക്ക് ഭയങ്കര ഫീലിംഗ് ഗുഡായിരിക്കും, നല്ല രസമായിരിക്കും കണ്ടുകൊണ്ടിരിക്കാൻ. ആ ഒരു സീസൺ ഭയങ്കര നല്ലതായിരിക്കും. അപ്പം ബിഗ് ബോസ് അൾട്ടിമേറ്റ് വരും എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ കുറച്ച് ആൾക്കാരുടെ പേരുകളും നമുക്ക് പുറത്ത് വന്നിട്ടുണ്ട്. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അത് ചെയ്യാം. അപ്പം എനിവേ നമ്മുടെ ഷാനുക്ക ഇനി വന്നാൽ നമ്മൾ എന്തായാലും ജയിപ്പിക്കണം. ഈവൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെയും ജയിപ്പിക്കണം. അപ്പോൾ നമുക്ക് ഒരു വിന്നറേ ഉള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വ്യക്തികളാണ് ഈ 2 പേരും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് എന്തായാലും ചെയ്യണം ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കേട്ടോ. നിങ്ങൾ ആരെ ആ ഒരു ബിഗ് ബോസ് സീസൺ അൾട്ടിമേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുമെന്ന്. അപ്പോൾ ഷാനവാസിക്കയുടെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ ആളൊട്ടും ആക്റ്റീവ് അല്ല എന്നുള്ളതാണ്. അതായത് അന്ന് ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ ലോഞ്ചിന് പോയിട്ട്, അതേപോലെ തന്നെ അതിന് ശേഷം ആയിരിക്കണം അതിന് ശേഷമാണ് ആ ഒരു ഇൻ്റർവ്യൂ വന്നത്. ആ ഇൻ്റർവ്യൂ പോയി കഴിഞ്ഞാൽ പിന്നെ ആളുടെ വിവരവേ ഇല്ല. അപ്പോൾ ആളൊട്ടും ആക്റ്റീവ് അല്ല. ബിക്കോസ് ആളുടേതായ ഒരുപാട് എന്താ പറയുക ബിസിയും കാര്യങ്ങളും കാണും. പക്ഷേ ആൾ ആക്റ്റീവ് അല്ല എന്നുള്ളതൊരു നെഗറ്റീവാണ് സത്യം പറഞ്ഞാൽ. അപ്പം എനിവേ ഷാനവാസിക്ക എന്തായാലും ഉയരങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആസ് എ ഫാൻ, ഒരു ജെനുവിൻ ഫാൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ ഷാനവാസിക്കനെ ട്രിഗർ ചെയ്യാൻ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി റിയാസ് വന്നതുപോലെ തന്നെ ഇവർ തമ്മിലൊരു ബന്ധം എന്താണെന്ന് വെച്ചാൽ റിയാസ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ട്രിഗർ ചെയ്തിട്ടുണ്ട്, ഷാനവാസിക്കനെ ട്രിഗർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ട്രിഗർ ചെയ്തപ്പം ആൾ എവിക്റ്റായിപ്പോയി. എന്നാൽ ഷാനവാസിക്കനെ ട്രിഗർ ചെയ്തപ്പോൾ നല്ലത് തിരിച്ചു കൊടുത്തു. അതായത് ഇങ്ങോട്ടൊരു 5 പറഞ്ഞപ്പോൾ ഷാനവാസിക്ക അങ്ങോട്ടൊരു 10 പറഞ്ഞു. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആ ഒരു പീക്ക്, ആ ഒരു വീക്കിലെ ഷാനവാസിക്കയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലായിരുന്നു. ആ ഹോട്ടൽ ടാസ്ക്, ആ ഒറ്റ ഹൈപ്പിൽ ആൾ നിന്നിരുന്നെങ്കിൽ ആൾ ഒരു പക്ഷേ കാരണം PR ഉണ്ട്, ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. എനിവേ കുറച്ചെങ്കിലും നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരുടെയും അടുപ്പം കൊണ്ടാണ് ആളുടെ ഇച്ചിരി നെഗറ്റീവായി പോയത്. എനിവേ